പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ ചരിത്രത്തിൽ സത്യവിശ്വാസത്തിനു വേണ്ടി ജീവൻ തൃണവൽഗണിച്ച നിരവധി ത്യാഗികളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിലും പ്രവാചക പ്രേമവും ഈമാനും ഉയർത്തിപ്പിടിച്ച് ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു മഹത് വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയങ്കരനായ അനുചരൻ ഹുബൈബ് ബിൻ അദീർ റളിയല്ലാഹു അൻഹു ഹിജ്റ 4-ാം വർഷം റജീ എന്ന സ്ഥലത്ത് വെച്ച് ചതിക്കപ്പെട്ട് ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട സ്വഹാബികളിൽ ഒരാളായിരുന്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു. മക്കയിലെ ഖുറൈശികൾക്ക് വിൽക്കപ്പെട്ട അദ്ദേഹം തടവറയിൽ കിടക്കുമ്പോഴും തൻ്റെ ഈമാനിൽ തെല്ലും അഴിവ് വരുത്തിയില്ല. മക്കയിൽ ഒരിടത്തും മുന്തിരി ലഭ്യമല്ലാതിരുന്ന കാലത്ത് ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ വലിയ മുന്തിരിക്കുലകൾ കണ്ടതായി മക്കയിലെ സ്ത്രീകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട ദാസന് നൽകിയ വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. ഒടുവിൽ അവിശ്വാസികൾ അദ്ദേഹത്തെ മക്കയ്ക്ക് പുറത്തുള്ള തൻഈം എന്ന സ്ഥലത്തേക്ക് വധശിക്ഷ നടപ്പിലാക്കാനായി കൊണ്ടുപോയി. മരക്കുരിശിൽ തറച്ച് കൊല്ലുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ശത്രുക്കളോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്: എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവാദം തരണം. അവർ അനുവാദം നൽകി. അദ്ദേഹം വളരെ ലളിതമായി 2 റക്അത്ത് നമസ്കരിച്ച് തീർത്തു. എന്നിട്ട് ശത്രുക്കളുടെ മുഖത്ത് നോക്കി ധീരമായി പറഞ്ഞു: മരണത്തെ പേടിച്ചാണ് ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കരുതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇനിയും ദീർഘമായി നമസ്കരിക്കുമായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന വേളയിൽ 2 റക്അത്ത് നമസ്കരിക്കുക എന്ന മനോഹരമായ സുന്നത്ത് ചര്യയ്ക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ തുടക്കം കുറിച്ചത് ഹുബൈബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വധിക്കുന്നതിന് തൊട്ടു മുമ്പ് ഖുറൈശി നേതാവ് അബൂ സുഫിയാൻ അദ്ദേഹത്തോട് ചോദിച്ചു: ഹുബൈബ്, നിനക്ക് പകരം മുഹമ്മദ് ഇവിടെ കൊല്ലപ്പെടുകയും നിന്റെ കുടുംബത്തോടൊപ്പം നീ സുരക്ഷിതനായിരിക്കുകയും ചെയ്യുന്നത് നീ ആഗ്രഹിക്കുന്നുണ്ടോ? മരണം മുന്നിൽ കണ്ടിട്ടും ധീരനായ ആ സ്വഹാബി നൽകിയ മറുപടി ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു: അള്ളാഹുവാണേ സത്യം, ഞാൻ എൻ്റെ വീട്ടിൽ സുരക്ഷിതനായിരിക്കുന്നതിന് പകരം മദീനയിലുള്ള എൻ്റെ പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ ഒരു മുള്ളുപോലും തറക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത് കേട്ട അബൂ സുഫിയാൻ അത്ഭുതത്തോടെ പറഞ്ഞു: മുഹമ്മദിൻ്റെ അനുചരന്മാർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് മറ്റാരും ആരെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, രക്തസാക്ഷിത്വത്തിന് തൊട്ടു മുമ്പ് ഹുബൈബ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഞാൻ മുസ്ലിമായി കൊല്ലപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏത് ഭാഗത്തേക്ക് വീണ് മരിച്ചാലും എനിക്കൊരു സങ്കടവുമില്ല. തൗഹീദിൽ ഉറച്ചു നിൽക്കാനും പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കാനും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തി നൽകട്ടെ. ആ മഹാനായ സഹാബിയുടെ പാത പിന്തുടരാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.